മുഖത്തിൻ്റെ സ്കിൻ ടോൺ എത്ര തന്നെ ഡാർക്കറായി ഒന്ന് ഡള്ളായിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നന്നായിട്ട് റിപ്പയർ ചെയ്ത് റെജുവിനേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ യഥാർത്ഥ ഒരു ഗ്ലോ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഇപ്പം ഞാൻ എൻ്റെ മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ നിങ്ങൾ ആ ഒരൊറ്റ യൂസിൽ നിർത്തരുത്, വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. എങ്ങനെയാണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ വീഡിയോയും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം എല്ലാവരും എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫേസിലാണ് നമ്മൾ എന്തൊരു ഫേസ് പാക്ക് ആയാലും എന്താണോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിന് മുന്നേ ആയിട്ട് ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യണം. ഇപ്പം ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റാറില്ല. ഇന്ന് കുറച്ച് കട്ടിയായിട്ട് തന്നെ പാക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ തിരിച്ച് വെച്ചാലും അതിങ്ങനെ വീഴുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും അടിപൊളിയായിരിക്കും. ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങളിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വാ. സോ ആദ്യം തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കട്ട തൈരാണ്. പാല് പോലെ മീൻസ് വെള്ളം പോലെ ഒലിച്ച് കിടക്കുന്ന തൈരാണെങ്കിലും എടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ എനിക്കിന്ന് കട്ടത്തൈര് കിട്ടിയത് കൊണ്ട് അതാണ് എടുത്തത്. നിങ്ങൾക്ക് അത്രയും തിക്കായിട്ടുള്ള കട്ടിയുള്ള തൈര് വേണ്ട, നമുക്കത് ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് വേണ്ട എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലൂസായിട്ടുള്ള ബട്ടർ മിൽക്ക് പോലത്തെ മോര് പോലെ ഇരിക്കുന്ന തൈര് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള തൈരായിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ, വേറെ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഞാനിതിൽ ചന്ദനത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചന്ദനം എത്ര നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുമോ അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഒരു 1/4 സ്പൂൺ മാത്രമാണ് ചന്ദനം ഞാൻ എടുക്കുന്നത്. അത് ഞാനിങ്ങനെ നമ്മുടെ പാക്കിലോട്ട് തൈരിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ട് മാത്രമല്ല, ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര എഫക്റ്റീവാണ് ഈ ഒരു പാക്ക്. സോ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എടുക്കണം. ഏതെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്താൽ മതി. ഞാനിവിടെ തേനും കൂടെ ഇതിനൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേനാണ് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. സോ നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. സ്കിൻ കെയർ ഒക്കെ മോസ്റ്റ്ലി ചെയ്യുന്നവരാണെങ്കിൽ തൈരും തേനും എന്തായാലും നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ. ചന്ദനത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞളിൻ്റെയോ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മഞ്ഞളിൻ്റെ ഒരു ചെറിയ പിഞ്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാത്തവർക്കാണ് ഓപ്ഷണലായിട്ട് പറഞ്ഞു തന്നത്. ഉള്ളവരാണെങ്കിൽ ഈ 3 ഇൻഗ്രീഡിയൻസും തന്നെ എടുക്കുക. വളരെ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റനപ്പ് ആവാനും സ്കിൻ തിളങ്ങാനും ഒരു ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറ്റിയിട്ട് വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ്, മങ്ങൽ ഇതൊക്കെ പൂർണ്ണമായി ഇല്ലാതാക്കി കറുത്ത കുത്തുകളുണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് തിളക്കം തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നന്നായിട്ട് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ആൻറ്റി ഏജിങ് ആയിട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രായമാകുന്നത് ഒരുപാട് സ്കിന്ന് വരണ്ട് ചുളിവുണ്ടായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ സ്കിൻ സാഗ് ആവുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമുക്ക് യൂത്ത്ഫുൾനെസ് തരാനും അതുപോലെ തന്നെ റിങ്കിൾസ് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സ്കിൻ പെട്ടെന്ന് തന്നെ, അതായത് ഏജ് ആവുന്നതിന് മുന്നേ തന്നെ സാഗ് ആവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. എന്തൊക്കെയാണോ നമുക്ക് ആ ഒരു ദുശീലങ്ങൾ ആയിട്ട് പറയപ്പെടുന്ന കാര്യങ്ങളുള്ളത് അതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത്, നന്നായിട്ട് ഉറങ്ങാണ്ടിരിക്കുക, ഫോൺ ഒരുപാട് നേരം യൂസ് ചെയ്യുക. ഇപ്പോൾ ജോലിയുടെ കാര്യമൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ നമുക്ക് ആ ഒരു സ്കിൻ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാനിവിടെ പാക്ക് പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ ജെൻറ്റിലായിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നല്ല നീറ്റായിട്ട് ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ഫേസിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഇനി നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ, ചുണ്ടിന് ചുറ്റും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം കുറേ നാൾ അവിടെ മാത്രമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ മാത്രമായിട്ട് ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് തന്നെ വേണമെന്നില്ല. ടൊമാറ്റോ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന ഒരു പാക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആ ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ബേസായിട്ട് തൈര് യൂസ് ചെയ്തത് കൊണ്ട് ഇത് നിങ്ങൾ രാത്രി കാലങ്ങളിൽ, അതായത് രാത്രി സമയത്ത് ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെയിലത്ത് പുറത്ത് പോകാതെ ഇരിക്കുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പം എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ട് രാത്രി യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് തക്കാളിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് രാവിലെയും യൂസ് ചെയ്യാം. അപ്പോൾ രാവിലെ അതിട്ടിട്ട് വൈകിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ
ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ആ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയെടുത്ത് അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യുക. ഈ ഒരു പാക്ക് നമ്മൾ സ്കിൻ ഗ്ലോ ആവാനായിട്ട് ചെയ്യുന്നത് ആഴ്ചയിൽ 1-2 ദിവസം, അതല്ല ഒരു 2-3 ദിവസം നിങ്ങൾ യൂസ് ചെയ്യണം. 1-2 ദിവസമല്ല, അതിൽ കൂടുതൽ യൂസ് ചെയ്യണം കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. മാക്സിമം ഒരു 4 ദിവസം യൂസ് ചെയ്യുക, മിനിമം ഒരു 2 ദിവസം എങ്കിലും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്കിന്നിൽ ഫുള്ളായിട്ട് ഞാൻ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഈ ഒരു പാക്ക് കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാലിലൊക്കെ നമ്മൾ ചെരുപ്പിടുന്ന ഭാഗത്ത് ഒരു കളർ ഉണ്ടാവും, അപ്പുറത്തെ ഭാഗത്ത് ടാനായിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. സോ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാലിലും കയ്യിലും ഒക്കെ നിങ്ങൾ ഈ ഒരു പാക്ക് തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ സ്കിന്നിന് ചേരുമോ അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലത്തിന് അങ്ങനെയല്ല. ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതിലോ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യുന്നതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ കുറിച്ച് ചോദിച്ചാൽ അതൊരിക്കലും നിങ്ങൾ ആരോടും ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാര്യം നിങ്ങളുടെ സ്കിന്നെ നിങ്ങളെക്കാളും നന്നായിട്ട് അറിയാവുന്ന വേറെ ആരുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ ചെന്ന് കാണണം, അല്ലാതെ നമ്മൾ കാണുന്നില്ലല്ലോ നിങ്ങളുടെ സ്കിൻ ഏതാന്ന്. അതുകൊണ്ടാണ് കണ്ടാൽ പോലും ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പം ഞാൻ വന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സ്കിൻ എന്താണ്, നിങ്ങൾക്ക് എന്താണ് സ്യൂട്ടബിൾ ആകുന്നതെന്ന് ഒരു അനാലിസിസ് ഉണ്ടാക്കി വെക്കുക. ആദ്യം ചെറുതായിട്ട് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുക എന്തൊക്കെ നമുക്ക് ചേരുന്നുണ്ട്, എന്തൊക്കെ നമുക്ക് ചേരുന്നില്ല എന്നുള്ളതിൽ ഒരു ധാരണയിലെത്തുക. പിന്നെ ഞാൻ കുറേ പാക്സും കുറേ ട്രീറ്റ്മെൻറ്റ്സും നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ അത് കണ്ടിന്യൂ ചെയ്യുക. അടുത്ത് പുതിയ എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള ഐറ്റം നിങ്ങൾക്ക് സെറ്റാവുന്നത് കിട്ടിയാൽ മാത്രം അത് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടെ യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഫ്രീ വില്ലാണ്. നിങ്ങൾക്ക് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക. ഈ ഒരു പാക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് വരെ വെച്ചേക്കും. എന്നിട്ടാണ് ഞാനിത് വാഷ് ചെയ്യുക. അപ്പോൾ ഞാനിതൊരു 15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ആ ഒരു വെയിറ്റിംഗ് ടൈമിൽ ഇവിടെ കറണ്ട് പോയി. പിന്നെയും ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു. വാഷ് ചെയ്തതിന് ശേഷം കറണ്ട് വരും എന്ന് കരുതി, പക്ഷെ കറണ്ട് വന്നില്ല. അത് ഞാൻ ജനാലയൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പം കുറച്ച് ലൈറ്റിംഗ് കുറവായിരിക്കും, എന്നാലും എൻ്റെ മുഖത്തുണ്ടായ മാറ്റം നിങ്ങൾക്ക് വിസിബിളായിട്ട്, സൺലൈറ്റാണ്, വേറെ ഫിൽറ്ററോ അല്ലെങ്കിൽ ലൈറ്റോ അങ്ങനെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. കണ്ടോ എത്ര ക്ലിയറായി, എന്തുമാത്രം സോഫ്റ്റ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ യൂസിൽ തന്നെ സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു അടിപൊളി പാക്കാണ്. അതുപോലെ തന്നെ നമുക്കിത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത് നിങ്ങളുടെ ഈ ഒരു പാക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതുവരെ ഈ ഒരു പാക്കിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഒരു ദിവസം കുളിച്ചിട്ട് പിന്നെ കുറേ കാലം കുളിക്കാതിരിക്കുന്നത് അതുകൊണ്ട് എന്തർത്ഥമാണുള്ളത്? അതങ്ങനെ എടുത്താൽ മതി, അത്രയും ലൈറ്റായിട്ട് എടുത്താൽ മതി. സോ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റണം. നമ്മൾ നമുക്ക് വേണ്ടി അതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ബാക്കി സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോണറായിട്ട്. അടുത്തതായിട്ട് അലോവേര ജെല്ലാണ് മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ധാത്രിയുടെ അലോവേര ജെല്ലാണ് ഞാൻ മുന്നേക്ക് കാണിച്ചിട്ടുള്ളത്. അത് ഞാനിങ്ങനെ കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി കുറച്ച് എടുത്താൽ സ്പ്രെഡ് ആവാത്ത പോലെയും നമ്മുടെ നനവൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇനഫ് ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, മതിയാവോളം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ഒരു മോയ്സ്ചറൈസേഷൻ തരുന്നുണ്ട്. അടിപൊളി ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് അങ്ങനെ പെട്ടെന്ന് ഇട്ട ഉടനെ വെളുക്കുന്നോ അങ്ങനെയൊന്നുമല്ല, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ്. ഗുണവും ഇല്ല ദോഷവും ഇല്ല അങ്ങനെ പറയാം വേണമെങ്കിൽ. കാര്യം ഒരു മോയ്സ്ചറൈസേഷൻ കിട്ടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇതിലെനിക്ക് ഫീലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ സ്കിന്നിനും ചെയ്തു കൊടുക്കാം. വളരെയധികം നല്ല പാക്കാണ്, നല്ല അടിപൊളി റിസൾട്ടും കിട്ടും. ഇത് മാത്രമല്ല, എൻ്റെ ചാനലിലുള്ള ബാക്കി വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കണം. പല തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസിന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിനും സ്പെഷ്യലായിട്ട്, അതായത് ഡാർക്ക് സ്പോട്ട്സ് മാറാനും
പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ ആയിട്ട് ഡിഫറെൻറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ ആ ഒരു പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ, കണ്ണിന് താഴെ കറുത്ത നിറം ഉണ്ടെങ്കിൽ അതിനുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ഉടനെ കാണാം. അതുവരെ ടാറ്റ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.